ഹായ് കൂട്ടുകാരെ, Petals എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അറേബ്യൻ ഡിഷും കൊണ്ടാണ്. മലൂത്ത്, ചിക്കൻ മലൂത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കബ്സ അതുപോലെ തന്നെ മന്തി ഇതൊക്കെ നമ്മുടെ സ്വന്തം ഡിഷായി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മലൂത്ത് നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുക്കറിലാണ് ചെയ്യാറുള്ളത് ശരിക്ക്. പക്ഷെ ഞാൻ വലിയ കുക്കർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ബസ്മതിന്റെ ലോങ് ഗ്രെയിൻ റൈസ് ആണിത്. നീളമുള്ള അരിയാണ്. ഇത് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയെടുക്കുക. അതായത് പശ സ്റ്റാച്ച് ഉണ്ടെങ്കിൽ പോവുള്ളൂ. അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയോട് കൂടി ഇട്ടാണ് ശരിക്കും ഇതിനെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ തൊലിയത്തെ കൊഴുപ്പ് വേണ്ടാന്ന് കരുതിയിട്ട് തൊലി ഒഴിവാക്കിയിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ ഞാൻ 4 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 പീസായിട്ട് മുറിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ 4 പീസായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് സവാള, വലിയ ഉള്ളി. ഒരു വലിയ ഉള്ളി നമുക്ക് ചോർക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് അതൊന്ന് പൊരിച്ചിട്ട് എടുക്കാനാണ്. അത് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 7. ഇനി പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അതിന്റെ ഞെട്ട് കളഞ്ഞിട്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് മസാലകൾക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഇതെടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 വയനയില ബേ ലീഫ്, പിന്നെ 2 ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഹോളായിട്ട് വേണ്ടത് 1 പട്ട, ചെറിയൊരു പട്ട കഷ്ണം, 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക്. ഇതുമാണ് നമുക്ക്. ഇത് പൊടിക്കാത്ത മസാലക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇത്രയും ഇത് നമുക്ക് പൊടിക്കാനുള്ളതാണ്. ഇത്രയും മസാലകൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ബേ ലീഫ്, അതുപോലെ കുരുമുളക്, മല്ലി, ഗ്രാമ്പു, പട്ട, ഏലക്ക, ചെറിയ ജീരകം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണമെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇത് ടൊമാറ്റോ സോസ് അല്ല കേട്ടോ, ടൊമാറ്റോ പേസ്റ്റ്. പിന്നെ വലിയൊരു തക്കാളി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും കൂട്ടാണ്ട് അരച്ചു വെച്ചതാണ്. പിന്നെ ഉപ്പ് നമുക്ക്, പിന്നെ ഓയില്, പിന്നെ നമുക്ക് അരിക്കാവശ്യമായിട്ടുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മലൂത്ത് ഉണ്ടാക്കാൻ വേണ്ടത്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് ശരിക്കും കുക്കറിലാണ് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ ഞാൻ വലിയ കുക്കർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ കാണിക്കുന്നത്. ഇത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഒലീവ് ഓയിലും ചെയ്യാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽക്ക് നമുക്ക് പൊരിക്കാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാള. ആദ്യം നമുക്ക് ആ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിക്ക് കോരി മാറ്റി വെക്കാം. ഉള്ളി പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. ആ ഓയിലിൽ തന്നെ നമുക്ക് ഒരു ഉള്ളി മുറിച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അധികം ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. ഈ ഒരു ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. നമുക്ക് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക.
ഇതിലേക്ക് നമുക്ക് പൊടിക്കാതെ എടുത്ത് വെച്ചിട്ടുള്ള ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക് ഇതും കൂടെ ഇടുക. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സ് 2 ക്യൂബ്സ് ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഡ്രൈ ലെമൺ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ പ്യൂരി അതും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നമുക്ക് എണ്ണ തെളിയണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ചിക്കനൊക്കെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് കുത്തി കൊടുക്കുക. അത് ജസ്റ്റ് ഉള്ളിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വലിയ പീസല്ലേ, അപ്പോൾ ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതേക്ക് ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫോർക്ക് വെച്ച് നല്ലോണം കുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള മസാല അതും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകം, മല്ലി, ഗരം മസാല, അതുപോലെ ബേ ലീഫ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളെ ചിക്കനിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ അരി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ പകുതി വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ പകുതി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മളെ ചിക്കന് വേവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കന് 10 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഒഴിക്കാനുള്ള വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അത് തളിച്ചിട്ട് നമുക്ക് അരിയിടാം. ഇങ്ങോട്ട് മൂടി വെക്കാം തിളക്കാൻ വേണ്ടിയിട്ട്. തിളക്കട്ടെ. എന്നിട്ട് നമുക്കതൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയിടാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഉപ്പൊക്കെ നമ്മളെ പാകത്തിന് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഉപ്പ് കൂട്ടലും കുറക്കലൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. നമുക്കിതൊന്ന് തിളച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. നമ്മൾ അരിയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടിയേക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതൊരു കുക്കറിൽ ചെയ്യുന്ന ഒരു റൈസാണ് ഈ മധൂത്ത്. അപ്പം നമ്മുടെ ആ ഫ്ലേവറൊന്നും പുറത്ത് പോകാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാ ഫ്ലേവറും അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് നമ്മളതൊരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. ഇത് ആ ഫ്ലേവർ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്യുക. കുക്കറുള്ളവർ കുക്കറിൽ ചെയ്യുക, അതാവും ബെസ്റ്റ്. പിന്നെ ഒരുപാട് വലിയ കുക്കറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ അടിച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈക്ക് ആവി അടിക്കാതെ. ഇങ്ങനെ നമ്മുടെ മധൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിക്ക് മാറ്റാം. ഈ ഒരു വേവ് അധികം വെന്ത് ഉടയാൻ പാടില്ല.
ഈ ഒരു വേവില് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മളെ അടിച്ചു വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിക്ക് മാറ്റാം. നമ്മുടെ മലൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിലും അവര് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച് തരുള്ളൂ, അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഉള്ളിന്റെ ആ ക്രിസ്പിനെസ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും അത് സെർവ് ചെയ്യുമ്പോൾ മാത്രം അത് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഉള്ളി ചോറും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഇതൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഒന്നും വേണ്ട. ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പിട്ടിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. അതുപോലെ ഈ ഒരു താലത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കാട്ടോ. പ്ലേറ്റ് ഒന്നും വേണ്ട ഇതിന്, ഇത് തന്നെ കഴിച്ചാൽ മതി. പ്ലേറ്റ് കഴുകാനും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. എന്നും നമ്മൾ പ്ലേറ്റിലല്ല കഴിക്കുന്നത്. അപ്പൊ ഈ ഒരു താലത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഒരു ദിവസമൊക്കെ ഇങ്ങനെ കഴിക്കുന്നതും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഇനി നല്ലൊരു റെസിപ്പിയും കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഓക്കെ, ബൈ.